ഹായ് ഗേസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെന്റിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അയർലൻഡ് വൺ ഓഫ് ദ ടോപ്പ് റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള KCR ആണ് ഈ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത്. അയർലൻഡ് ഡബിളിനുള്ള അക്യൂട്ട് ഹോസ്പിറ്റലിലേക്ക് ഡേ കെയർ ഓങ്കോളജി സേവനങ്ങൾക്കായിട്ടാണ് പരിചയസമ്പന്നരായിട്ടുള്ള സ്റ്റാഫ് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന യോഗ്യത നിങ്ങൾക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്തൊരു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അയർലൻഡ് ഡബിളിനുള്ള അക്യൂട്ട് ഹോസ്പിറ്റലിലേക്ക് ഓങ്കോളജിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് നഴ്സിനാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ റിലവൻറ്റ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വിത്ത് ഹയർ ഡിപ്ലോമ ഇൻ ഓങ്കോളജി, അതുപോലെ കീമോതെറാപ്പിയിലെ അഡ്മിനിസ്ട്രേഷനിൽ പരിചയം ആവശ്യമാണ്. വാലിഡ് ആയിട്ടുള്ള OET അല്ലെങ്കിൽ IELTS സർട്ടിഫിക്കറ്റ്. ബന്ധപ്പെട്ട മേഖലയിൽ മിനിമം 2 വർഷത്തെ അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. NMB ഡിസിഷൻ ലെറ്റർ കിട്ടിയവർക്കും NMB രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിശദമായിട്ടുള്ള CVയും ഡോക്യുമെന്റ്സിൽ ഒരു കവർ ലെറ്റർ, നിങ്ങളുടെ OET സർട്ടിഫിക്കറ്റ്, NMB സ്റ്റാറ്റസ്, ഇപ്പം ഡിസിഷൻ ലെറ്റർ കിട്ടിയവരാണ് ഡിസിഷൻ ലെറ്റർ, പ്രോസസ്സിങ്ങിലുള്ളവരാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പ്രൂഫ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫയൽ അവർ ഓപ്പൺ ചെയ്യുമ്പം റിക്രൂട്ടറെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KCRന്റെ വെബ്സൈറ്റ് ത്രൂവും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫുൾ റിക്രൂട്ട്മെൻറ്റ് സപ്പോർട്ട് KCR ടീമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.